എവരിവൺ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ്. ഇന്ന് ജൂൺ 1, നാളെ ജൂൺ 2, നാളെ +1 റിസൾട്ട് വരും. അമ്മേ, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് നോ എങ്ങനെയാണ് വാല്യുവേഷൻ എന്നറിയില്ല. ലിബറൽ വാല്യുവേഷൻ അല്ലെന്ന് പറയുന്നു, എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആൻഡ് എനിക്ക് കുറച്ച് പേടി കൂടുതലുള്ളത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എനിക്ക് കുറച്ചധികം പേടിയുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷും നല്ല പേടിയുണ്ട്. ബിക്കോസ് ഫുൾ മാർക്ക് കിട്ടുന്നവർക്കൊക്കെ മാർക്ക് കുറയുന്നത് ഇംഗ്ലീഷിനായിരിക്കും. അപ്പം എനിക്കെന്ന് പറയുന്നത് ഇംഗ്ലീഷ് നല്ല ഗ്രാമർ പ്രോബ്ലംസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിന് മാർക്ക് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ടെൻഷനുണ്ട്. മൊത്തത്തിൽ ടെൻഷനാണ്. ലൈക്ക് നമ്മൾ വിചാരിച്ച അത്രയും മാർക്കെങ്കിലും കിട്ടുമോ? ഫുൾ മാർക്ക് കിട്ടില്ല. ബിക്കോസ് ഞാൻ കെമിസ്ട്രി കുറേയൊക്കെ തെറ്റിച്ചു. ഫിസിക്സ് 1 മാർക്കും അങ്ങനെയൊക്കെ തെറ്റിച്ചു. അങ്ങനെ എവിടേക്കൊക്കെയോ കൊണ്ട് ഞാൻ മാർക്കുകൾ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ആൻഡ് കെമിസ്ട്രിക്കൊരു 54 അബവ് എല്ലാം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ആൻഡ് മാർക്ക് നല്ല രീതിയിൽ കുറയുന്ന സബ്ജക്റ്റ് ഞാൻ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം നല്ല മാർക്കാണെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതില്ല, ബട്ട് കുറച്ച് കുറവാണെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നതും കുറച്ച് കഷ്ടപ്പാടാണ്. ബിക്കോസ് ഇതാണെങ്കിൽ അങ്ങ് +2 പരീക്ഷയുടെ കൂടെ കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആവും. ബിക്കോസ് +2 പഠിക്കണം, +1 പഠിക്കണം, +2ൻ്റെ ലാബ് പഠിക്കണം, അങ്ങനെ ഒരുപാടുള്ളതുകൊണ്ട് ഒരിതാണ്. എന്നാലും മാർക്ക് കുറഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയല്ലേ പറ്റുള്ളൂ. എന്നാലും ഇത് അങ്ങ് കൊണ്ട് വെക്കണ്ടായിരുന്നു. ഇവിടെ ഓഗസ്റ്റിൽ നേരത്തെ നടന്ന പോലെ തന്നെ മതിയായിരുന്നു. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം എനിക്ക് ഇന്നലെയൊക്കെ ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു, ഭയങ്കര പേടി, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഡേറ്റ് മാറ്റിയതൊക്കെ അറിഞ്ഞപ്പോൾ. ബട്ട് ഇന്നെനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നുന്നു. ഇന്നെനിക്ക് അധികം ഒന്നും ഇതായിട്ടില്ല. ബിക്കോസ് ഇന്ന് അതിനുള്ള സമയം കിട്ടിയില്ല. ബിക്കോസ് ഇപ്പം ഞാൻ കുറേ ബിക്കോസ് പറഞ്ഞല്ലേ. ഓക്കെ, ഇത്രയും ദിവസം മഴയായിരുന്നു. ഇത്ര ദിവസം ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ അത്രയും തുണികൾ കഴുകാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു 1-2 മണിക്കൂറുകൾ കൊണ്ടുള്ള തുണി കഴുകായിരുന്നു. ആൻഡ് അതിന് ശേഷം ഇന്ന് എണീക്കാൻ താമസിച്ചു. ഒന്നാമത് ഇനി നാളെ സ്കൂളിൽ പോകുന്നത് ഞാൻ രാവിലെ എണീക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന സംശയം. ബിക്കോസ് വെക്കേഷനായിട്ട് ഞാൻ എപ്പോഴും എണീറ്റുകൊണ്ടിരിക്കുന്നത് 9 മണി 10 മണി ഈ ഒരു സമയങ്ങളിലാണ്. അപ്പം നാളെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് രാവിലെ നേരത്തെ എണീക്കുമോ എന്ന് എനിക്കറിയില്ല. 8:45 ആകുമ്പോൾ നമുക്ക് സ്കൂളിലെത്തണം. എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്സ് വല്ലതും എടുക്കാമെന്ന് വിചാരിക്കുന്നു. പറ്റുമോ എന്നറിയില്ല. രാവിലെ എണീറ്റാലേ അതൊക്കെ പറ്റുള്ളൂ. ആൻഡ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആൻഡ് ബോട്ടണി റെക്കോർഡ് ഞാൻ ഇതുവരെ വരച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും ബോട്ടണി റെക്കോർഡ് വരയ്ക്കണം. ബോട്ടണി റെക്കോർഡ് ടീച്ചർ പേജ് നമ്പർ 40 എന്ന് പറഞ്ഞു. ഏത് പേജ് നമ്പറാണ് റെപ്രസെൻ്റ് ചെയ്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നമ്മൾ PDF ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു 40 കാണും. PDF-ലെ പേജിനകത്തൊരു 40 കാണും. അപ്പോൾ ആ പേജിനകത്തുള്ള 40 ആണെങ്കിൽ ഞാൻ വരച്ചു കഴിഞ്ഞു. എഴുതിയാൽ മതി. ഞാൻ ആദ്യമേ എല്ലാം വരയ്ക്കും. ബിക്കോസ് പിന്നെ നമുക്ക് അച്ചടിക്കണമെങ്കിൽ നമുക്ക് എഴുതി കഴിഞ്ഞാൽ അച്ചടിക്കാൻ പറ്റില്ലല്ലോ. അത് സുവോളജി ഞാൻ അങ്ങനെ ചെയ്തു. ഫുള്ളല്ല എഴുതി കഴിഞ്ഞാണ് പിന്നെ അറിഞ്ഞത് മാനുവലുണ്ട്, മാനുവലിനകത്ത് നിന്ന് അച്ചെടുക്കാൻ പറ്റും എന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷേ ബോട്ടണി മാനുവലിനകത്തും PDF-നകത്തുമുള്ള പടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ബോട്ടണിയെല്ലാം ഞാൻ സ്വന്തമായി വരച്ചതാണ്. ഒരു പടം മാത്രം ഞാൻ എടുത്തു, സർഗാസം മാത്രം ഞാൻ അച്ചെടുത്തു. ബാക്കിയെല്ലാം ഞാൻ വരച്ചു. ആൻഡ് ഫീമെയിൽ കോൺ വരെയാണ് വരച്ച് നിർത്തിയിരിക്കുന്നത്. അതുവരെയാണ് ടീച്ചർ വരയ്ക്കണമെന്ന് ഉദ്ദേശിച്ചത് എന്നെനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ നാളെ നോക്കാം. നാളത്തെ ടൈം ടേബിളൊന്നും ഇതുവരെ അയച്ചിട്ടില്ല. നാളെ എത്ര മണി വരെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. രാവിലെ 8:45 ഫുൾ യൂണിഫോമിൽ ചെല്ലണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇന്ന് രാത്രിയിലും കൂടെ ടൈം ടേബിൾ ഇട്ടില്ലെങ്കിൽ നാളെ ഒരു റഫ് ബുക്കൊക്കെ ആയിട്ട് പോവാം എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല. നാളെ നേരത്തെ വിട്ടാൽ കൊള്ളായിരുന്നു, നമുക്ക് വീട്ടിൽ വന്ന് റിസൾട്ട് നോക്കാൻ. അതും ഇനി സ്കൂളിൽ വെച്ച് ഞാൻ റിസൾട്ട് പറയുമോ എനിക്കറിയില്ല എങ്ങനെയാണ് കാര്യങ്ങളെന്ന്.
ആൻഡ് വീട്ടിൽ വന്നാണ് റിസൾട്ട് നോക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ലൈവായിട്ടിടാം. ലൈവായിട്ടിടാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടല്ലേ മാർക്ക് കാണുന്നത്. അതുകൊണ്ടാണ് എൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. മേ ബി ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും നോക്കാം. എന്തായാലും വരുന്നത് നമ്മൾ എഴുതിയ അത്രയും കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്നാലും എനിക്കൊരു വിശ്വാസമില്ല എന്നിൽ തന്നെ. അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. പക്ഷെ നിങ്ങളങ്ങനെ ആവരുത്. നിങ്ങൾക്ക് എഴുതിയാനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഞാൻ SSLC റിസൾട്ട് വരുന്ന ടൈമിലും പറഞ്ഞു, സൂയിസൈഡ് എന്ന് പറയുന്നൊരു ഒന്നിനും ഒരു പരിഹാരമല്ല. ആൻഡ് നമുക്കിത് ഈ ഒരു +1 മാർക്ക് പറഞ്ഞാൽ നമുക്ക് +2 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. നമുക്കൊരു സെക്കൻഡ് ചാൻസ് അവിടെ വരുന്നുണ്ട്. സോ അത് നമ്മളധികം സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. +1 ഒരുപാട് പഠിക്കാത്തവരും ഭയങ്കര റിഗ്രറ്റ് ഉണ്ടാവും. എന്നാലും ഒരുപാടധികം ഇതാവണ്ട. ബിക്കോസ് നമുക്ക് +2 എഴുതിയെടുക്കാം. പക്ഷെ +2 നല്ലപോലെ പഠിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ ഇതിനിടയിൽ കുളിച്ചിട്ട് വന്ന ഉടനെ ഞാൻ ബോട്ടണി റെക്കോർഡ് എഴുതിയ ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചു. അതും കൂടി ഞാൻ ആഡ് ചെയ്യാം. ആൻഡ് ദിസ് വൺ, ഈ ജേഴ്സി കണ്ടോ, ഇതൊക്കെ ഞാൻ അത് ബാഴ്സലോണയുടെ ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. അല്ലെങ്കിൽ പിന്നെ ട്രോളാനൊന്നും നിൽക്കരുത്. അങ്ങനെ അപ്പം ഒരുപാട് ദിവസത്തെ 2 ആഴ്ചത്തെ തുണികൾ എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇന്നിതെടുത്തിട്ടത്. ബാക്കിയെല്ലാം കഴുകിയിട്ടിരിക്കുന്നു. ആൻഡ് അങ്ങനെയൊക്കെയാണ്. ആൻഡ് നിങ്ങളും റെക്കോർഡെല്ലാം എഴുതി കഴിഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങൾ എത്ര മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ല. കുറേ പേര് കമൻറ്റ് ചോദിച്ചു എത്ര മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന്. എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ല. നല്ലൊരു ഗുഡ് മാർക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എത്ര മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു? ഏത് സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യുന്നെങ്കിൽ ഏത് സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് കൂടുതൽ എന്നൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് നാളെ രാവിലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്സ് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പറ്റുമെങ്കിൽ ഇടാം. ഓക്കെ, അപ്പം ഈ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പം +1കാർക്ക് 10th കഴിഞ്ഞ് +1 വരുന്നവർക്ക് ഇനിയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ 5 മണിക്കാണ്. അത് കയറി നോക്കുക, യൂസർ നെയിമും പാസ്വേഡും വെച്ച്. ആൻഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ലെങ്കിലും ഭയങ്കര ഇതാവേണ്ട കാര്യം, ലൈക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, ആൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ നോക്കുക. ആൻഡ് ഒട്ടും താമസിക്കാതെ തന്നെ പോയി അഡ്മിഷൻ എടുക്കുക കിട്ടുന്നവർ. ഓക്കെ, ഓക്കെ. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ സ്റ്റഡി വ്ലോഗ്സ് എന്തെങ്കിലും ഒക്കെ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.